ഇന്നത്തെ ചാനൽ കിങ്സ്റ്റർ ഗെയിമിംഗ്. ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകരമായിട്ട് നമ്മൾ AMD റൈസൻ ഉപയോഗിച്ച് ഒരു PC ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നാണ്. നമ്മളിപ്പം AMD റൈസൻ 5600G എന്ന 5600G എന്ന APU ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 27,777 ആണ്. ഇത് വരുമ്പം 6 കോർ 12 ത്രെഡ് എന്ന് പറയുന്ന ഇതാണ്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന i3 പ്രോസസ്സറാണ്. 4 കോറും 4 ത്രെഡും ഉള്ളൊരു പ്രോസസ്സറാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് എന്ന് പറയുമ്പം 3.9 GHz എൻ്റെ മാക്സിമം എന്ന് പറയുമ്പം 4.4 GHz ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ മദർ ബോർഡ് സെലക്ട് ചെയ്യാം. മദർ ബോർഡ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് MSIയുടെ A520 മദർ ബോർഡ് 20M മദർ ബോർഡാണ്. ഇതൊരു മൈക്രോ ATX മദർ ബോർഡാണ്. ഇതെന്ന് പറയുമ്പം ഒരു NVMe സ്ലോട്ടും 2 RAM സ്ലോട്ടും വരുന്നുണ്ട് ഇതിൽ. പിന്നെ ഒരു വൈഫൈ കാർഡ് സ്ലോട്ടും പിന്നെ ഡിസ്പ്ലേ കാർഡ് സ്ലോട്ടും VGA സ്ലോട്ടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് ഇടേണ്ട സ്ലോട്ടാണിത് ആണ് ഇതിൽ വരുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് RAM ആണ്. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഗേക്ക് ബോസ് എന്ന ഒരു വെബ്സൈറ്റാണ്. ട്രിവാൻഡ്രത്താണ് ഇതിൻ്റെ മാർക്കറ്റ്. ഇവിടെ സാധാരണ കിട്ടുന്നതിനേക്കാളും ആമസോണിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ലൊരു വില കുറഞ്ഞാണ് ഇതിൽ കിട്ടുന്നത്. ആമസോണിൽ 29 ആണെങ്കിൽ ഇവിടെ 27 കാണുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന RAM എന്ന് പറയുമ്പം XPG Gamix D30 8GB ആണ്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ 320 MHz ആണ്. ഇതിൻ്റെ നല്ലൊരു ലുക്കുമായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. നല്ലൊരു ഹീറ്റ് സിങ്കും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അടുത്തത് അഡാറ്റയുടെ XPG Gamix എന്നൊരു SSD ആണ്. നല്ലൊരു SSD തന്നെയാണിത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹീറ്റ് സിങ്കും കൂടിയാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ വരുന്നത് അടുത്തത് ഇതിൽ ആവശ്യമായ ഒരു പവർ സപ്ലൈ ആണ്. അതിനായിട്ട് ഞാൻ ആണ്ടക്കിൻ്റെ ബ്രോൺസ് പവർ സപ്ലൈ എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ വാട്ട് എന്ന് പറയുമ്പോൾ 550 വാട്ട് ആണ്. ഇത് 80+ ബ്രോൺസ് സർട്ടിഫൈഡ് ആണ്. നല്ലൊരു ATX ഉള്ളൊരു PC ആണ്. പിന്നെ ഇതിന് വേണ്ട ഒരു മോണിറ്ററാണ്. ഇത് ഏസറിൻ്റെ നൈട്രോ QG21Q മോണിറ്ററാണ്. 21.5 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. ഫുൾ HD ഗെയിമിംഗ് മോണിറ്ററാണ് വിത്ത് VGA പാനൽ. 1 MB/s റെസ്പോൺസ് ടൈമും 75 Hz റീഫ്രഷ് റേറ്റുമാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ
9999 ആണ് ഇതിൻ്റെ പ്രൈസ്. നല്ലൊരു ഗെയിമിംഗ് മോണിറ്റർ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഗെയിമിംഗ് മോണിറ്ററാണിത്. ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ക്യാബിനറ്റ് എന്ന് പറയുമ്പം ആൻഡ് ഈ സ്പോർട്സിൻ്റെ ഐസ് 211 TG മിഡ് ടവർ ഗെയിമിംഗ് ക്യാബിനറ്റാണ്. ഇതെന്ന് പറയുമ്പം 2 RGB ലൈറ്റും 2 RGB സ്ട്രിപ്സ് ലൈറ്റ്, പിന്നെ 2 RGB ഫാൻസും ഇൻബിൽഡ് ആയിട്ടാണ് വരുന്നത്. നല്ല അടിപൊളി ലുക്കാണ് ഇതിൽ വരുന്നത്. അത് മാത്രമല്ല ഇതിൽ വരുന്നൊരു സവിശേഷത എന്ന് പറയുമ്പം ഇതിൽ PSU വയ്ക്കാൻ പ്രത്യേക സ്ഥലം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വയേഴ്സ് എല്ലാം അവിടെ ഹൈഡ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ മുകളിൽ മാഗ്നറ്റിക് മെഷ് ഫിനിഷ് ആണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാം. വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ 2 ഫാൻ കൂടി എയർ ഫ്ലോയ്ക്ക് വേണ്ടി വയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പം 3154 ആണ്. അടുത്തതായിട്ട് ആൻഡ് ഈ സ്പോർട്സിൻ്റെ KM540 ഗെയിമിംഗ് ബാക്ക് ലൈറ്റ് മൗസ് ആൻഡ് കീബോർഡ് കോംബോയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ലൊരു കീബോർഡ് മൗസ് കോംബോ തന്നെയാണിത്. ഇതെന്ന് പറയുമ്പോൾ നല്ലൊരു RGB ലൈറ്റിങ്ങും കീബോർഡിലും മൗസിലുമുണ്ട്. ഇത് നമുക്ക് ഈ മൗസിൽ 7 സ്വിച്ചസ് ഉണ്ട്. ഇതിൽ 4 അഡ്ജസ്റ്റബിൾ DPIs ആണ്. 800, 1600, 2400, 33, 200 DPI എന്നിവയാണ് ഇതിൽ ഉള്ളത്. നല്ലൊരു മൗസ് ആൻഡ് കീബോർഡ് കോംബോയാണ്. 1 year വാറൻറ്റിയും ഇതിനുണ്ട്. ഇത് മിക്ക OSലും ഇത് സപ്പോർട്ട് ആവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഹെഡ്സെറ്റും കൂടെ ആഡ് ചെയ്യുകയാണ്. ഇത് കോസ്മിക് ബൈറ്റ് GS40 430 ഗെയിമിംഗ് ഹെഡ്ഫോണാണ്. 7 RGB കളേഴ്സ് ഇതിൽ ഉണ്ട്. നല്ലൊരു ലുക്കും ഇതിലുണ്ട്. ഇത് പല കളർ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ വില വരുമ്പം 849 രൂപ മാത്രമാണ്. ഞാൻ പല സാധനങ്ങളും ഗീക്ക് ബോസ് എന്നൊരു വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ഇത് ഓൾ ഇന്ത്യ സർവീസ് ഉള്ളൊരു വെബ്സൈറ്റ് തന്നെയാണ്. ഇതിൽ വരുമ്പോൾ നല്ലൊരു പ്രൈസ് റേഞ്ചാണ് ഇതിൽ വരുന്നത്. നല്ലൊരു സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റ് ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.